നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്റെ മകനെ കാണാനില്ല, എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് കണ്ടുപിടിച്ചു തരണം. പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മകന്റെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ അച്ഛന്റെ ചങ്ക് പിടയുന്നുണ്ടായിരുന്നു. മുഖത്താകെ വെപ്രാളമായിരുന്നു, ആശങ്കയായിരുന്നു. എവിടെ എന്റെ മകൻ എന്നുള്ള ആശങ്കയാണ് ആ അച്ഛന്റെ മുഖത്ത് എന്നാണ് പോലീസ് കരുതിയത്. പക്ഷേ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ആ ആശങ്കയ്ക്ക് കാരണം താൻ കൊലപ്പെടുത്തിയ മകനെ പോലീസ് കണ്ടെത്തുമോ എന്നുള്ള ഭയമായിരുന്നു എന്നത് പിന്നീട് വ്യക്തമായി. അതെ, കേട്ടത് സത്യമാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം മകനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന ഒരു അച്ഛന്റെ വാർത്തകൾ. ആ ഞെട്ടിക്കുന്ന കൊലപാതക കേസിൽ ഇപ്പോൾ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് പരാതിക്കാരൻ തന്നെയാണ് കൊലപാതകി എന്ന് മനസ്സിലാകുന്നതും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന മകൻ മിസ്സിംഗ് അല്ല, കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നതും. 3 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം, അതും തന്റെ അച്ഛന് എതിരെ ആ മകൻ ശബ്ദമുയർത്തിയപ്പോൾ, അല്ലെങ്കിൽ തന്റെ അച്ഛന്റെ ചില പ്രവർത്തനങ്ങൾക്ക് എതിരെ താൻ ചോദ്യം ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അച്ഛന്റെ കൈകൊണ്ട് തന്നെ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു മകന്റെ വാർത്ത. അച്ഛൻ 2ാം വിവാഹിതനായപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന്റെ ദേഷ്യം തീർക്കാനാണ് ആ മകനെ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കി ആ പിതാവും സുഹൃത്തുക്കളും ചേർന്ന് കൊല ചെയ്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട് തേനിയിൽ നിന്നാണ് ഇത്തരമൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ യുവാവിനെ പിതാവും സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. പിതാവിന്റെ 2ാം വിവാഹം ചോദ്യം ചെയ്തതിന് സുഹൃത്തുക്കളുമായി ചേർന്ന് മകനെ ഇവർ വെട്ടിക്കൊലപ്പെടുത്തി ആ തെളിവ് നശിപ്പിക്കുകയായിരുന്നെന്നാണ് വിവരം. പിതാവിന്റെ 2ാം വിവാഹം ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് അതിൽ ദേഷ്യം വന്ന അച്ഛൻ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തിയിട്ടുള്ള കൊലപാതകം, മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിനുറുക്കി മുല്ലപ്പെരിയാറിൽ വെള്ളം ഒഴുകുന്ന പുഴയിൽ തള്ളുകയായിരുന്നു. യുവാവിനെ കാണാനില്ല എന്നുള്ള പരാതി നൽകിയതും ഇതേ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. 3 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പോലീസ് നിർണായക വിവരങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നതും നടന്നത് കൊലപാതകമാണെന്നും അതിൽ പ്രതി പരാതിക്കാരൻ തന്നെയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തേനി MGR നഗർ സ്വദേശിയായിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന 20 വയസ്സുകാരനാണ് തന്റെ അച്ഛന്റെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നത്. സംഭവത്തിൽ ശ്രീകാന്തിന്റെ പിതാവിനെയും 2 സുഹൃത്തുക്കളെയും തമിഴ്നാട് ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. സംഭവത്തിൽ ശ്രീകാന്തിന്റെ പിതാവ് ബാലമുരുകൻ, സുഹൃത്തുക്കളായിട്ടുള്ള അലക്സ്, കറുപ്പുസ്വാമി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അലക്സിനെ ചോദ്യം ചെയ്തതോടുകൂടെയാണ് സംഭവത്തിന്റെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അലക്സിന് കൃത്യമായിട്ട് പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നതോടെ കേസിന്റെ ചുരുളഴിയുകയായിരുന്നു. ബാലമുരുകനും ഭാര്യ രാജലക്ഷ്മിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതോടെ ബാലമുരുകൻ മറ്റൊരു വിവാഹം കഴിച്ചതായാണ് വിവരം. ഇതേ ചൊല്ലി അച്ഛനും മകനും വഴക്കായി തുടങ്ങി. 2ാം വിവാഹത്തിന്റെ പേരിൽ ശ്രീകാന്ത് മദ്യലഹരിയിൽ ബാലമുരുകനുമായിട്ട് വഴക്കുണ്ടാകുന്നത് പതിവായിരുന്നു. ഇതിനിടയിലാണ് 2023 സെപ്റ്റംബർ 7 ശ്രീകാന്തിനെ കാണാതായി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങിയ ശ്രീകാന്തിനെ കാണാനില്ല എന്നായിരുന്നു രാജലക്ഷ്മിയും ബാലമുരുകനും പോലീസിൽ നൽകിയ പരാതി. എന്നാൽ ഏറെ അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. ഈ പറയുന്ന യുവാവിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ 2026 ഏപ്രിലിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. അങ്ങനെ ബാലമുരുകന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തുന്നു. ഇതോടുകൂടിയാണ് ട്വിസ്റ്റ്. ബാലമുരുകന്റെ സുഹൃത്തായ അലക്സിനെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ചുരുളഴിഞ്ഞു. ശ്രീകാന്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ ദിവസം തന്നെ വയൽപതിയിലെ മുല്ലപ്പെരിയാർ നദിക്ക് സമീപത്തുള്ള ശ്മശാനത്തിൽ മൂവരും ചേർന്ന് ഈ യുവാവിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം ആ യുവാവിന്റെ ശരീരം കശാപ്പ് കത്തി ഉപയോഗിച്ച് തുണ്ടം തുണ്ടമായി വെട്ടിനുറുക്കിയ ശേഷം മൃതദേഹം ചെറു കഷ്ണങ്ങളാക്കി നദിയിലേക്ക് വലിച്ചെറിയുന്നു. ഈ സമയം നദിയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം വെട്ടിമുറിച്ച ശേഷം സംഭവ സ്ഥലത്തു നിന്നും പോയ പ്രതികൾ കത്തി തേനി മധുര റോഡിൽ താമരക്കുളത്ത് ഉപേക്ഷിച്ചതോടെ തെളിവുകളെല്ലാം ഇല്ലാതായെന്ന് പ്രതീക്ഷിച്ചു. കത്തി ഇവിടെ എറിഞ്ഞതായി അലക്സ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ ഉപേക്ഷിച്ച 2 കത്തികൾ അവിടെ
നിന്ന് കണ്ടെടുക്കുകയും ചെയ്തെന്നാണ് വിവരം. പ്രതികളെ കോടതിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അച്ഛനെ കൊലപ്പെടുത്തുന്നു, അമ്മയെ കൊലപ്പെടുത്തുന്നു, മാതാപിതാക്കളെ ഒരുമിച്ച് കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ അതേ രീതിയിൽ തന്നെ സ്വന്തം മക്കളെ മാതാപിതാക്കളും കൊലപ്പെടുത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്നും സമാനമായിട്ട് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് തന്റെ മകന്റെ ശല്യം സഹിക്കവയ്യാതെ തന്റെ മകന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ തന്റെ മകനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു മാതാപിതാക്കൾ, ഒരു ദമ്പതികൾ മകനെ പെട്രോൾ കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ കൊലപാതകം അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നാടകവും അവർ കളിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഗുജറാത്തിലെ രാജ്കോട്ട് ജില്ലയിലാണ് അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. മാതാപിതാക്കൾ ചേർന്ന് മകനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നു. 23-കാരനായിട്ടുള്ള റാം ബാബുവായി ഭാംബെ എന്ന് പറയുന്ന യുവാവിനെയാണ് അന്ന് സ്വന്തം മാതാപിതാക്കൾ കൊലപ്പെടുത്തിയ ശേഷം അയാൾ സ്വയം ജീവനൊടുക്കിയതാണെന്ന് ചിത്രീകരിക്കാൻ നാടകം കളിച്ചത്. പക്ഷേ അത്തരം നാടകം ചിത്രീകരിക്കുന്നവരുടെ മാതാപിതാക്കൾ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു. കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു ആ കേസിൽ ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. കടുത്ത മദ്യപാനിയായിട്ടുള്ള രാംബാബുവായി മാതാപിതാക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകുന്നതും അത് കയ്യേറ്റത്തിലേക്ക് എത്തുന്നതും ഒക്കെ പതിവായിരുന്നു. അത്തരമൊരു കയ്യേറ്റത്തിനിടയിലാണ് അമ്മ മനീഷ ബെൻ നിർബന്ധിച്ച് മകനെ കൊണ്ട് ആസിഡ് കുടിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്നത്. പിതാവായ റാമിനെ അതുൽഭായ് മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നത് കണ്ടതോടെയാണ് അമ്മ തന്റെ മകനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. കുറ്റകൃത്യം മറച്ചുവെക്കാൻ പിതാവ് അതുൽഭായ് രാഷ്ട്രീയ സ്വാധീനമടക്കം ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. റാം ബാബുഭായിയുടെ ഭാര്യ ബിൻഷി ബെന്നാണ് ഈ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് നൽകുന്നത്. തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാതാപിതാക്കൾ തന്റെ മകനെ കൊലപ്പെടുത്തിയ ശേഷം അത് അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നാടകം കളിക്കുന്നത് പോലീസ് കണ്ടെത്തുന്നത്. 4 മാസം മുൻപായിരുന്നു തന്റെ മകന്റെ വിവാഹം നടന്നത്. ആ വിവാഹം നടന്ന് ഒരു സ്വപ്നം, ഒരു ജീവിത മുന്നോട്ട് തുടങ്ങുന്ന സമയത്താണ് തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന കാഴ്ചകൾ ആ യുവതി കാണേണ്ടി വന്നത്. ഉടൻ തന്നെ ഭർത്താവിന്റെ കൊലപാതകത്തിന് കാരണക്കാർ ഈ പറയുന്ന മാതാപിതാക്കൾ തന്നെയാണെന്ന് പോലീസിനെ അറിയിക്കുകയും അതിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ പോലീസ് നടത്തുകയും ചെയ്തത്. എന്തായാലും പ്രദേശത്ത് ഒരു ഹോട്ടൽ നടത്തി വരികയായിരുന്ന റാം അതുൽഭായിയുടെ 4 മക്കളിൽ ഒരുവനാണെന്നായിരുന്നു വിവരം. അതുൽഭായി തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സംശയം ജനിപ്പിക്കാതെ പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനടക്കമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അധികാരികളിൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം നിരവധി പ്രാദേശിക നേതാക്കളെയും ബന്ധപ്പെട്ടതായാണ് ഈ കേസിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. റാമിന്റെ ഭാര്യയുടെ പരാതി പരിഗണിച്ച് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടന്നത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. കേസിൽ റാമിന്റെ മാതാപിതാക്കളായ ബാബുയെയും മനീഷയെയും ഒക്കെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ വാർത്തയുടെ ഞെട്ടലിൽ നിൽക്കുന്ന രാജ്യത്താണ് ഇപ്പോൾ വീണ്ടും സമാന രീതിയിൽ സ്വന്തം മകനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിനു ശേഷം അവൻ മിസ്സിംഗ് ആയി എന്ന തരത്തിൽ പോലീസിൽ തന്നെ പരാതി നൽകിയിരിക്കുന്ന ഒരു പിതാവിന്റെ വാർത്ത പുറത്തു വരുന്നത്. അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കൊലപാതകമാണ് ഇത് എന്നുള്ളതാണ് വിവരം. തേനിയിൽ നിന്നും 3 വർഷം മുൻപ് കാണാതായ യുവാവിനെ പിതാവും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് നിർണായകമായ കണ്ടെത്തലുകളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പിതാവിന്റെ 2ാം വിവാഹം ചോദ്യം ചെയ്തതിലാണ് ദേഷ്യം പൂണ്ട സുഹൃത്തുക്കളുമായി ചേർന്ന് പിതാവ് തന്നെ മകനെ വെട്ടിക്കൊലപ്പെടുത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയതെന്നാണ് വിവരം. മകനെ കൊലപ്പെടുത്തിയതിനു ശേഷം അയാളുടെ മൃതദേഹം വെട്ടിനുറുക്കി മുല്ലപ്പെരിയാർ വെള്ളം ഒഴുകുന്ന പുഴയിലേക്ക് തള്ളുകയായിരുന്നു. യുവാവിനെ കാണാനില്ലെന്ന പരാതിയിൽ 3 വർഷം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് കൊലപാതകം തെളിഞ്ഞത്. തേനി MGR നഗർ സ്വദേശി ശ്രീകാന്ത് എന്ന് പറയുന്ന 20 വയസ്സുകാരനാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ശ്രീകാന്തിന്റെ പിതാവിനെയും 2 സുഹൃത്തുക്കളെയും തമിഴ്നാട് ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ശ്രീകാന്തിന്റെ പിതാവ് ബാലമുരുകൻ, സുഹൃത്തുക്കളായ അലക്സ് കുറുപ്പുസ്വാമി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അലക്സിനെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ബാലമുരുകനും ഭാര്യ രാജലക്ഷ്മിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതോടെ ബാലമുരുകൻ മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതേ ചൊല്ലി അച്ഛനും മകനും സ്ഥിരമായി വഴക്കായി. 2ാം വിവാഹത്തിന്റെ പേരിൽ ശ്രീകാന്ത് മദ്യലഹരിയിൽ ബാലമുരുകനുമായി വഴക്കുണ്ടായതിന്റെ ദേഷ്യത്തിലാണ് 2023 സെപ്റ്റംബർ
7-ന് ശ്രീകാന്തിനെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ട് അയാൾ പോലീസിന് മുൻപിലെത്തുന്നത്. ആ പരാതി വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ തന്റെ മകനെ കൊലപ്പെടുത്തിയ ആ കൊലപാതകം തെളിയാതിരിക്കാൻ തെളിവുകളൊക്കെ അയാൾ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങിയ ശ്രീകാന്തിനെ കാണാനില്ലെന്നായിരുന്നു ഇവർ നൽകിയ പരാതിയിൽ പറഞ്ഞത്. അങ്ങനെ അവൻ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തിയെങ്കിലും എവിടെയെന്ന് കണ്ടെത്താൻ ഒന്നും സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് തന്നെ കണ്ടെത്തുന്നു. പിതാവിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതോടെ നടന്നത് അതിക്രൂര കൊലപാതകമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ ലഭിച്ചത്.